പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള തർക്കം വീണ്ടും സങ്കീർണമാവുകയാണ്. CPIയുടെ യുവജന സംഘടനയായ AYF കൂടി ഈ അവകാശവാദം ഏറ്റെടുത്തിരിക്കുകയാണ്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരം കാര്യങ്ങളിൽ AYFO AESFO എന്നും തന്നെ ഇടപെടുന്ന പതിവില്ല. കാരണം പാർട്ടിയും പാർട്ടിയുടെ അനുബന്ധ സംഘടനകളുമൊക്കെ ഒരേ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് വേണം ഇതിനെക്കുറിച്ച് പറയാൻ. പ്രതിപക്ഷ ഉപനേതാവ് പദവി എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ച് മുതിർന്ന CPI നേതാവായ C ദിവാകരനും രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇടതുമുന്നണി ഉണ്ടാക്കുന്നതിന് വേണ്ടി ശക്തമായി പോരടിച്ചവരാണ് CPIക്കാർ എന്നാണ് C ദിവാകരൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും രാഷ്ട്രീയപരമായി ഇതൊരു വലിയ ചർച്ചയായി മാറുകയാണ്. ഇടതുമുന്നണിയിലെ കെട്ടുറപ്പിന് ഒരു തരത്തിലും പ്രതിസന്ധി ഉണ്ടാകാത്ത തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ രൂക്ഷമാകുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. പാർട്ടിയിൽ അത്ര കണ്ട് സുരക്ഷിതമല്ല പല നേതാക്കന്മാരുടെയും കാര്യം. പ്രത്യേകിച്ചും അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള പിഴവ് പറ്റി എന്നാണ് ഒരു വിഭാഗം നേതാക്കന്മാർ CPIMൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് AYFും CPIയുടെ മുതിർന്ന നേതാക്കന്മാരും വീണ്ടും ഒരിക്കൽ കൂടി പ്രതിപക്ഷ ഉപനേതാവ് പദവി എന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വിഷയം CPIയുടെ ഓരോ നേതാക്കന്മാരും എടുത്ത് മുന്നോട്ട് വന്നിരുന്നു. സത്യൻ മൊകേരി ആയാലും P പ്രസാദ് ആയാലും ഒക്കെ ഈ വിഷയത്തിൽ ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. CPIMൻ്റെ മുതിർന്ന നേതാക്കന്മാരാരും തന്നെ അഭിപ്രായം പറഞ്ഞില്ല എങ്കിൽ തന്നെയും ചില സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളൊക്കെ CPIയുടെ അവകാശവാദത്തിനെ എതിർക്കുന്നുമുണ്ട്. എന്തായാലും സംസ്ഥാന നേതൃത്വമോ ദേശീയ നേതൃത്വമോ നിലവിൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് CPIMലെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. CPI ആകട്ടെ വളരെ വേഗത്തിൽ ദേശീയ തലത്തിൽ ഈ വിഷയം ചർച്ചയാക്കാൻ തന്നെയാണ് നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPIക്കുള്ള ഒരു പിടിവള്ളി കൂടിയാണ് പ്രതിപക്ഷ ഉപനേതാവ് പദവി. കാരണം ഇനി വരാൻ പോകുന്നത് ഉപതെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ചും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് 38 വാർഡുകളിലേക്കാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ നേട്ടം CPMന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നല്ല വിജയം ഈ 38 ഇടങ്ങളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലും നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ശക്തമായ പിന്തുണ തന്നെ വേണം. CPIയും CPIMും ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കി നിൽക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ കൈവിട്ടു പോകുമെന്ന് നേതാക്കന്മാർക്കും അറിയാം. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും ചർച്ചകളിലേക്ക് എത്താൻ സാധ്യത ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ദേശീയ തലത്തിൽ D രാജ തന്നെ ആദ്യഘട്ടത്തിൽ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചർച്ച നടത്തുമെന്നും ഈ ഉപനേതാവിൻ്റെ പദവി വേണം എന്നുള്ള ആവശ്യവും അദ്ദേഹവും ഉന്നയിച്ചു കഴിഞ്ഞു. അതേസമയം CPIMൻ്റെ ദേശീയ സെക്രട്ടറി MA ബേബി ഇതുവരെയായും പ്രതികരിച്ചിട്ടില്ല. അവർ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്, സംസ്ഥാനത്തെ പ്രശ്നങ്ങളാണ്, അത് സംസ്ഥാനത്ത് തന്നെ ആ പ്രശ്നങ്ങൾ ആ പ്രതിസന്ധികൾ തീർക്കേണ്ടത് സംസ്ഥാനത്തിലായിരിക്കണം എന്ന് തന്നെ അവർ പറയുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ച എന്നുള്ളത് വളരെ ദൂരത്തിലാണ്. പ്രത്യേകിച്ചും CPIയുടെ എല്ലാ നേതാക്കന്മാരും ഇത്തരത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കീഴ്വഴക്കം എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല എന്നാണ് CPI പറയുന്നത്. കാരണം VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ പ്രതിപക്ഷ ഉപനേതാവായിരുന്നു. അതേ കീഴ്വഴക്കം ഇപ്പോഴും തുടരണം എന്ന ആവശ്യമാണ് CPIMലെ ചില നേതാക്കന്മാർ പറയുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും അതേ തീരുമാനം തന്നെയാണ് കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇടതുമുന്നണിയിൽ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ചില പ്രതിസന്ധികൾ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഘടകകക്ഷികൾ ഇടപെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇടതുമുന്നണിയിലെ മൂന്നാം കക്ഷിയായ കേരള കോൺഗ്രസ് M ആകട്ടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ നിന്നും ഇതുവരെയായും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ CPIക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയും വിരളമാണ്. CPIM പറയുന്നത് കേട്ട് അവർ മുന്നോട്ട് പോകും. പിന്നീടുള്ളത് ചെറിയ രാഷ്ട്രീയ പാർട്ടികളാണ്.
അവർ അത്ര കണ്ട് ശക്തരുമല്ല. ഇപ്പോൾ ഇനിയുള്ള സാഹചര്യത്തിൽ നേരിട്ടുള്ള ചർച്ചകൾ CPIM-ഉം CPM തമ്മിലായിരിക്കും. അതിൽ കേരളത്തിലെ ഏതൊക്കെ നേതാക്കന്മാർ പങ്കെടുക്കും, എങ്ങനെയായിരിക്കും ചർച്ചകൾ എന്ന കാര്യത്തിൽ ഇതുവരെയായി ഒരു ചിത്രവും തെളിഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ദേശീയ തലത്തിൽ തുടങ്ങാൻ സാധ്യതയുണ്ട്. അത് കേരളത്തിലേക്ക് എത്തുമ്പോൾ ഏതൊക്കെ രീതിയിൽ മാറിമറിയും എന്നുള്ളത് പിന്നീട് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. നിലവിൽ CPIM-നെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ ഉപനേതാവ് പദവി അവരുടെ അഭിമാന പ്രശ്നം തന്നെയാണ്. കാരണം നിയമസഭയിൽ അല്പമെങ്കിലും ശബ്ദം ഉയർത്താൻ ഇനിയൊരു നേതാവ് കൂടി വേണം എന്നത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ മനസ്സിൽ കാണുന്നത് KN ബാലഗോപാലിനെയാണ്. അദ്ദേഹത്തെ പ്രതിപക്ഷ ഉപനേതാവ് പദവിയിലേക്ക് കൊണ്ടുവരികയും നിയമസഭയിൽ ശക്തനായ ഒരു പോരാളിയാക്കി മാറ്റുകയും ചെയ്യണം എന്നാണ് CPIM-ന്റെ സംസ്ഥാന നേതാക്കന്മാരുടെ എല്ലാം താല്പര്യം. അതനുസരിച്ചാണ് അവർ നീക്കങ്ങളും നടത്തുന്നത്. എന്തായാലും CPIM വഴങ്ങുമോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകളും വിരളമാണ്. അങ്ങനെയാണെങ്കിൽ CPI എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് എല്ലാവരും വീക്ഷിക്കുന്നത്.